അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്, മൈ യൂട്യൂബ് ചാനൽ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. എല്ലാവരും ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടുകാരെ, ഇപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ടുള്ള ഒരു പ്ലം കേക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സ്വന്തം കൈകൊണ്ട് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് വളരെ രുചികരമായിട്ടും ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആകാത്ത ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 സിമ്പിൾ സ്റ്റെപ്സിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് കറുത്ത മുന്തിരി, പിന്നെ ഇതിനകത്ത് കുറച്ച് ഈന്തപ്പഴം, അതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇപ്പം എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ, ചെറിയോ ഉള്ളത് നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് ആദ്യം കുറച്ച് എടുത്തിട്ട് അതിൽ ഈ ഫ്രഷായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് തന്നെ വേണം. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു കയ്പ്പ് കാണും. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ വരയ്ക്കും ഇത് സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കിയ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ ഈ കാഷ്യൂ നട്ടും ബദാമും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫ്ലോർ അതിൽ വന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് ബാറ്ററിലോട്ട് ഇത് ഇടുമ്പോഴേക്കും അത് അടിയിലോട്ട് താണു പോവാതെ നിൽക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. സ്റ്റെപ്പിൽ വന്നിട്ട് നമ്മൾ ഷുഗർ വന്നിട്ട് കാരാമലൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം പഞ്ചസാര വന്നിട്ട് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് 1/2 കപ്പായാലും 1 കപ്പായാലും അത് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് പോകുന്ന അതേ നേരം 1/2 കപ്പ് പഞ്ചസാരയ്ക്കാണെങ്കിൽ 1 കപ്പ് ഒരു ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കാരാമലൈസ് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാരാമലൈസ് ചെയ്തതിന് ശേഷം ഈ പഞ്ചസാരയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ലേറ്റ് ആവുകയാണെങ്കിൽ ആ പഞ്ചസാര വന്നിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇത് തിളപ്പിച്ച് വെക്കണം വെള്ളം. അപ്പോൾ ഇവിടെ പഞ്ചസാര വന്നിട്ട് പതുക്കെ അലിഞ്ഞ് വന്ന് ഒരു കോഫിയുടെ കളറായിട്ട് മാറും, കുറച്ച് പതഞ്ഞ് വന്നിട്ട്. അപ്പോൾ അതുവരെ നമ്മൾ ഇത് കരിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ ഒരു തേനിൻ്റെ നിറത്തിലുള്ള ഒരു ഇതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ സമയങ്ങൾക്കകം ഇത് വന്നിട്ട് ഒരു ബ്രൗൺ ദ്രാവകമായിട്ട് മാറും. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് വന്നിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കട്ടകളൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് മുകളിൽ ഇത് വയ്ക്കരുത്. അത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ഈ ചൂടുവെള്ളം ചേർത്ത് കുറച്ച് സമയങ്ങൾക്കകം ആ കട്ടയൊക്കെ മാറി ഇത് നല്ല ഒരു ലിക്വിഡായിട്ട് മാറും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ മൈദാമാവും പിന്നെ അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും ഗ്രാമ്പ്, ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, ചെറിയ ഏലക്ക, അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇതിനെ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഈ അരിച്ചെടുത്ത മാവിൽ വന്നിട്ട് നമ്മൾ ഈ ഓറഞ്ച് ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ ഈ നട്ട്സും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പം ആ ഷുഗറിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇതിനകത്തോട്ട് പതുക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററായിട്ട് എടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക, വളരെ ടൈറ്റും ആകരുതെന്ന് വളരെ ലൂസും ആകാത്തൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് നമ്മൾ ഈ കേക്ക് ടിന്നിൽ മുമ്പ് തന്നെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ബട്ടർ തടവിയ കേക്ക് ടിന്നിൽ ഇത് റെഡിയായിട്ട് അത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് അതിനോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാനിപ്പം ഓവനിലെല്ലാം തവയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്.
അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കേക്ക് ടിന്നിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തവയിൽ വെച്ചിട്ട് ഇതിനെ ഞാനൊന്ന് ഇത് വേവിച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കേക്ക് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കടയിൽ വാങ്ങുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് അതിൽ തന്നെ എല്ലാം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം.